ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അന്തരിച്ച സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്കുള്ള പത്മവിഭൂഷൺ പുരസ്കാരം മകൾ അശ്വതി ഏറ്റുവാങ്ങി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ഹോക്കി താരം PR രാജേഷ്, സംഗീതജ്ഞൻ ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ, സിനിമാ താരം അജിത് തുടങ്ങിയവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. പുരസ്കാര ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്കുള്ള പത്മവിഭൂഷൺ പുരസ്കാരം മകൾ അശ്വതി ഏറ്റുവാങ്ങി. മരണാനന്തര ബഹുമതിയായാണ് MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചത്. മികച്ച ഹൃദയ ശസ്ത്രക്രിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ആതുര സേവനത്തിനുള്ള പത്മഭൂഷൺ അവാർഡ് ഏറ്റുവാങ്ങി. മുൻ ഇന്ത്യൻ ഹോക്കി താരവും ഒളിമ്പിക്സ് ജേതാവുമായ PR രാജേഷ്, നടൻ അജിത് എന്നിവർ പത്മഭൂഷൺ അവാർഡും ഏറ്റുവാങ്ങി. പ്രമുഖ സംഗീതജ്ഞയും അധ്യാപികയുമായ ഡോക്ടർ കെ ഓമനക്കുട്ടിക്ക് പത്മശ്രീ അവാർഡ് സമ്മാനിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം അശ്വിൻ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. അന്തരിച്ച ഗായകൻ പങ്കജുദാസിനുള്ള മരണാനന്തര ബഹുമതിയായ പത്മഭൂഷൺ ഭാര്യ ഫരീദ പങ്കജുദാസ് ഏറ്റുവാങ്ങി. 7 പത്മവിഭൂഷൺ പുരസ്കാരങ്ങളും 19 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകളുമാണ് ഇത്തവണ വിതരണം ചെയ്തത്. 13 പേർക്കാണ് ഇത്തവണ മരണാനന്തര ബഹുമതി പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. 139 പത്മ അവാർഡുകളിൽ 10 പേർ വിദേശികളായിരുന്നു. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ദില്ലി.